സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് യു മീൻ ബൈ ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ളതാണ്. അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all commercial transactions that takes place between two or more countries. ഓക്കെ, അതായത് രണ്ടോ രണ്ടിൽ കൂടുതലോ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയും. ഓക്കെ, ഓൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ടു ഓർ മോർ കൺട്രീസ്, ട്രാൻസാക്ഷൻ ദാറ്റ് ആർ carried out across national borders to satisfy objectives of individual and organization. അതായത് ഇതെന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ റിസോഴ്സസ് ഓർ നോളജ് ഓർ സ്കില്ല് എമംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ഇൻ ടു ഓർ മോർ കൺട്രീസ്. ഇതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇൻ്റർനാഷണൽ ട്രേഡ് വിത്തൗട്ട് എനി ബാരിയർ, ജസ്റ്റ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയർ. ഓക്കെ, ഒരു ബാരിയേഴ്സും ഇല്ലാതെ ഒരു തടസ്സവും ഇല്ലാത്ത ട്രേഡാണ് എന്ത്, ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എത്നോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. എത്നോസെൻട്രിക് അപ്രോച്ച്, അതായത് അണ്ടർ ദിസ് അപ്രോച്ച് കമ്പനി ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ മാർക്കറ്റ്. അതായത് ഈ ഒരു അപ്രോച്ച് പ്രകാരം കമ്പനി എന്ത് ചെയ്യുന്നില്ല, ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്നും അതേപോലെ തന്നെ ഫോറിൻ മാർക്കറ്റ് എന്നും രണ്ടായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ എന്താണ്, സെയിം പ്രോഡക്റ്റ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്, ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള സെയിം പ്രോഡക്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ബിലീഫ് ദാറ്റ് വാട്ട് ഈസ് സക്സസ്ഫുൾ അറ്റ് ഹോം വിൽ ബി ഈക്വലി സക്സസ്ഫുൾ എൽസ്വെയർ എന്നുള്ളതാണ്. അതായത് ഇവിടെ ഹോം മാർക്കറ്റെന്നോ അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റെന്നോ ഡൊമസ്റ്റിക് മാർക്കറ്റെന്നോ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ ഹോം മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന അതേ പ്രൊഡക്റ്റ് തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് എത്നോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. എന്താണ് കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഫോം ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ വിച്ച് ഗുഡ്സ് ഓർ സർവീസസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ അതർ ഗുഡ്സ് ഓർ സർവീസസ്. അതായത് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന് പകരം തിരിച്ചും എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ഓർ സർവീസ് നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത്. ഫോർ ഹാർഡ് കറൻസി, അതായത് കറൻസിക്ക് പകരം എന്ത് ചെയ്യും, നമ്മൾ ഗുഡ്സിന് പകരം ഗുഡ്സ് തന്നെ കൊടുക്കുന്ന സിസ്റ്റമാണ് ഇവിടെ കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, ഇനി മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് മറ്റൊരു കൺസെപ്റ്റ് വരുന്നത്. അതായത് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിസിനസ് അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് വൺ കമ്പനി ഗിവ്സ് അനദർ കമ്പനി പെർമിഷൻ ടു മാനുഫാക്ചർ ഇറ്റ്സ് പ്രോഡക്റ്റ് ഫോർ എ സ്പെസിഫൈഡ് പേയ്മെൻറ്റ്. അതായത് ഒരു നിശ്ചിത പേയ്മെൻറ്റിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് എന്ത് ചെയ്യാണ്, അവരുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നൽകുന്നതാണെന്ത്, മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്പാൻഡ് സാർക്കിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറയുന്നത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്നുള്ളതാണ് സാർക്കിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ഇനി മറ്റൊരു ടേമാണ് ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറയുന്നത് ട്രാൻസ്നാഷണൽ കമ്പനി ഹാസ് ബ്രാഞ്ചസ് ഓർ ഓൺസ് കമ്പനീസ് ഇൻ മെനി ഡിഫറെൻറ്റ് കമ്പനീസ്. അതായത് എ കമ്പനി വിത്ത് ഡീസെൻട്രലൈസ്ഡ് ഗ്ലോബൽ ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ് ഇൻ മെനി കൺട്രീസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി BOP ആണ്. BOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് BOP ഓഫ് എ കൺട്രി ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻ വിത്ത് ദി ഔട്ട്സൈഡ് വേൾഡ് ഇൻ എ ഗിവൺ ഇയർ. സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് all its economic transactions with the outside world in given year. Okay, balance of payment can be defined as a statistical record of all international economic transactions of the residents of the country with the rest of the world during the year. അതായത് ഇവിടെ BOP 3 തരത്തിലാണ് വരുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഏതൊക്കെയാണ്? ഒന്ന് കറണ്ട് അക്കൗണ്ട് ആണ് വരുന്നത്. അതായത് കറണ്ട് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് വിസിബിൾ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആൻഡ് ഇൻവിസിബിൾ ഐറ്റംസ് ലൈക്ക് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഫോർ വേരിയസ് സർവീസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്. കറണ്ട് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വിസിബിൾ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സും അതേപോലെ ഇൻവിസിബിൾ ഐറ്റംസ്, റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ വരുന്ന ഇൻവിസിബിൾ ഐറ്റംസും ഉൾക്കൊള്ളുന്നതാണ് എന്ത്, കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നെന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടാണ്.
അതായത് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെക്കോർഡ്സ് ദി മൂവ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി കൺട്രി. അതായത് ഫിനാൻഷ്യൽ ക്യാപിറ്റലിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഇവിടെ എന്ത് ചെയ്ത് കാണിക്കുന്നത്, അതായത് സ്ഥാപനത്തിലേക്ക് വരുന്നത് പോകുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് FDI, FII, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് എബ്രോഡ് എക്സെട്ര. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് അക്കൗണ്ട് ആണ്. യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് വൺ വേ മൂവ്മെൻറ്റ് ഓഫ് മണി. ഇവിടെ എന്താണ്? വൺ വേ മൂവ്മെൻറ്റ് ഓഫ് മണി, അതേപോലെ ഗുഡ്സ്, ഇതൊക്കെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഒഫീഷ്യൽ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് ഇറ്റ് റെപ്രസെൻറ്റ് ദി ഒഫീഷ്യൽ സെയിൽ ഓഫ് ഫോറിൻ കറൻസീസ് ആൻഡ് അതർ റിസർവ് ടു ഫോറിൻ കൺട്രീസ്. ഓക്കെ, അതെന്താണ്? ഇവിടെ ഇറ്റ് റെപ്രസെൻറ്റ് ഒഫീഷ്യൽ സെയിൽ ഓഫ് ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയുടെ ഒഫീഷ്യൽ സെയിലിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഒഫീഷ്യൽ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി. എക്സിം പോളിസി അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ടു എനേബിൾ സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ഇൻ എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ആൻഡ് ഇമ്പോർട്ട് ടു ഇന്ത്യ എന്നുള്ളതാണ് ഒന്നാമത്തെ വരുന്നത്. ടു ഇംപ്രൂവ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ട്രേഡ്. ടു ആക്ട് ആസ് എഫക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ദെൻ നെക്സ്റ്റ് ടു ഡിറൈവ് മാക്സിമം ബെനിഫിറ്റ് ഫ്രം എക്സ്പാൻഡിങ് ദി ഗ്ലോബൽ മാർക്കറ്റ്. ദെൻ ടു അലോ hassle-free transactions for both import and export, reducing interference between the exporters and directors of general of foreign trade. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയുടെ എന്ത് വരുന്നത്? ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇനി ഇതിൽ നെക്സ്റ്റ് വൺ ആണ് ബെനിഫിറ്റ്സ് ഓഫ് FDI ടു ഹോസ്റ്റ് കൺട്രി. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ കൊണ്ട് ഹോസ്റ്റ് കൺട്രീസിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമതാണ് ഇൻക്രീസ്ഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്, പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് ആൻഡ് ടെക്നോളജി, ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട്, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, സ്റ്റിമുലേഷൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇംപ്രൂവ്ഡ് ക്യാപിറ്റൽ ഫ്ലോ. ഇതൊക്കെയാണ് ഇതിൻ്റെ പോയിൻറ്റ്സുകൾ, ബെനിഫിറ്റ്സുകൾ വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വേൾഡ് ബാങ്ക് ആണ്. എന്താണ് വേൾഡ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് പർപ്പസ് ഇൻക്ലൂഡ് അസിസ്റ്റിംഗ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പർ നേഷൻസ് ടെറിട്ടറീസ്, promoting and supplementing private foreign investment and promoting long range balance growth in international trade. ഓക്കെ, ഇപ്പോൾ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? ഒരു മെമ്പർ കൺട്രിയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. അതേപോലെ ലോങ് റേഞ്ച് ബാലൻസ് ഗ്രോത്ത് എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വേൾഡ് ബാങ്ക് മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി ഈ വേൾഡ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമതാണ് ടു പ്രൊവൈഡ് ലോങ് റൺ ക്യാപിറ്റൽ ടു മെമ്പർ കൺട്രീസ്. രണ്ടാമത്തെ ടു ഇൻഡ്യൂസ് ലോങ് റൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ അഷ്വറിംഗ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. Then to provide a guarantee for loans granted to small and large units. Then to ensure the implementation of development project. Then next to promote capital investment in member countries. Okay, ഇതൊക്കെയാണ് ഈ ഒരു വേൾഡ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ജസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ദ നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ. എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെൻറ്റ് എമംഗ് നേഷൻസ് ദാറ്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ദി റിഡക്ഷൻ ഓർ എലിമിനേഷൻ ഓഫ് ട്രേഡ് ബാരിയേഴ്സ്. ഓക്കെ, ട്രേഡ് ബാരിയേഴ്സ് എന്ത് ചെയ്യണം? റിഡ്യൂസ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന എന്താണ് ഡിഫറെൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ്, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, എക്കണോമിക് യൂണിയൻ, പൊളിറ്റിക്കൽ യൂണിയൻ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ലെവൽസ് വരുന്നത്. ഇനി ഇതിൽ വരുന്ന ബെനിഫിറ്റ്സ് ഓഫ് എൻമെൻസി ആണ്. മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് ഇതിൽ വരുന്നത്. അതിൽ ഒന്നാമത്തത് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, മറ്റൊന്ന് ടെക്നോളജി ഗ്യാപ്പ്, ദെൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഹാവ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, വർക്ക് കൾച്ചർ, എക്സ്പോർട്ട് പ്രൊമോഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ വരുന്നത്. ഇനി താരിഫ് ബാരിയേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. എന്തൊക്കെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലുള്ള താരിഫ് ബാരിയർ എന്ന് പറയുന്നത്? അതായത് താരിഫ് ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ടാക്സ് ഓൺ പ്രൊഡക്റ്റ് ദാറ്റ് മൂവ് അക്രോസ് ബോർഡേഴ്സ്. അതായത് ബോർഡറിൽ നോർമലി വരുന്നത് എന്താണ്? കസ്റ്റം ഡ്യൂട്ടിയാണ് നമ്മൾ താരിഫ് ബാരിയർ എന്ന് പറയുന്നത്. അതിൽ വരുന്ന താരിഫ് ബാരിയർ കമ്പൈൻഡ് കോമ്പൗണ്ട് ഡ്യൂട്ടി, സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, റവന്യൂ താരിഫ്, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് താരിഫ്, ഇതൊക്കെ ഇതിൽ വരുന്ന താരിഫ് ബാരിയേഴ്സ് ആണ്. ഓക്കെ,
നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിലുള്ള ക്ലാസിക്കൽ തിയറീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് മെർക്കൻറ്റലിസം, അതേപോലെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് എന്നിവ. ഓക്കെ, എന്താണ് മെർക്കൻറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗോൾ ഓഫ് എ നേഷൻ ഈസ് ദി അക്യുമുലേഷൻ ഓഫ് പ്രീഷ്യസ് മെറ്റൽ ബൈ എക്സ്പോർട്ടിംഗ് ദി ലാർജസ്റ്റ് പോസിബിൾ ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ആൻഡ് ലിമിറ്റിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ട്. അതായത് ഇമ്പോർട്ടിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രീഷ്യസ് മെറ്റലുകൾ എക്സ്പോർട്ട് ചെയ്യുക. ലാർജസ്റ്റ് വേല എന്ത് ചെയ്യുക, പ്രീഷ്യസ് മെറ്റലുകൾ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്. നെക്സ്റ്റ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എ കൺട്രി ഷുഡ് കോൺസെൻട്രേറ്റഡ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻ വിച്ച് ഇറ്റ് ഹോൾഡ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, എബിലിറ്റി ടു പ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ് ഗുഡ്സ്. നല്ല രീതിയിൽ കോമ്പറ്റീറ്റീവ്സിനേക്കാളും പ്രൊഡക്ഷൻ, നല്ല അളവിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിംഗ് ദോസ് പ്രൊഡക്റ്റ് ഇൻ വിച്ച് ഇറ്റ് ഹാസ് റിലേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു അതർ കൺട്രീസ്. ഓക്കെ, അതായത് മറ്റുള്ള രാജ്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമുക്ക് കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടുന്ന രൂപത്തിലുള്ള പ്രൊഡക്ഷൻസ് അതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സ്പോർട്ടുകൾ നടത്തണം എന്നുള്ളതാണ് ഈ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വരുന്ന മറ്റൊന്നാണ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫോറിൻ കമ്പനീസ് വൈൽ സെറ്റിംഗ് അപ്പ് ബിസിനസ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ കമ്പനീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് ലീഗൽ ഇഷ്യൂസ്, ലാൻഡ് അക്വിസിഷൻ ആൻഡ് പെർമിറ്റ്സ് ഓഫ് കൺസ്ട്രക്ഷൻ, ദെൻ കോംപ്ലിക്കേറ്റഡ് ടാക്സ് സ്ട്രക്ചർ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഇലക്ട്രിസിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, രജിസ്ട്രേഷൻ ഓഫ് പ്രോപ്പർട്ടി, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഫോറിൻ കമ്പനികൾ ഇന്ത്യയിൽ മാർക്കറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന പ്രശ്നങ്ങൾ, ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് IMF. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? IMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IMF എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് വാസ് ബ്രോട്ട് ഇൻ ടു ഓപ്പറേഷൻ ടു ബൂസ്റ്റ് ദി ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതായത് ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെ പോവേർട്ടി ഇല്ലാതാക്കണം, കുറക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് ഓഫ് IMF എന്ന് പറയുന്നത് അറ്റൈൻ സ്റ്റെബിലിറ്റി ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, എറാഡിക്കേറ്റ് ദി ഡിസീക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഡിറ്റർമൈൻ ദി പാർ വാല്യൂസ് ഓഫ് ദി കറൻസി, മെയിൻറ്റെയിൻ ദി ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, മെയിൻറ്റെയിൻ കറൻസി ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഓഫർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, മെയിൻറ്റെയിനിങ് ലിക്വിഡിറ്റി ഓഫ് റിസോഴ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിസിനസ് അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് 2 or more parties agree to pool their resources for the purpose of accomplishing a specific task. ഒരു പ്രത്യേക ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി 2 or 2-ൽ കൂടുതലോ പാർട്ടീസ് എന്ത് ചെയ്യാണ്, ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതാണ് എന്ത്, ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൾട്ടിലാറ്ററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. മൾട്ടിലാറ്ററിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് സെവറൽ ഡിസ്റ്റിങ്ക്റ്റ് കൺട്രീസ് ഫോം എ കൊളാബറേഷൻ വിത്ത് ദി മെയിൻ എയിം ഓഫ് പ്രൊവൈഡിങ് സൊല്യൂഷൻ ഫോർ പ്രോബ്ലം ഫേസിങ് ദെയർ റെസ്പെക്റ്റീവ് നേഷൻ. അതായത് ഒരു നേഷൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന, കൊളാബറേഷൻ നടത്തുകയാണ്. വ്യത്യസ്തമായ കൺട്രികൾ തമ്മിൽ ഒരു എന്താണ് കൊളാബറേഷനിൽ ഏർപ്പെടുന്നതാണ് മൾട്ടിലാറ്ററിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് എമംഗ് നേഷൻസ് ദാറ്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ദി റിഡക്ഷൻ ഓർ എലിമിനേഷൻ ഓഫ് ട്രേഡ് ബാരിയേഴ്സ്. അതായത് ട്രേഡ് ബാരിയേഴ്സ് എലിമിനേറ്റ് ചെയ്യുക ആൻഡ് കോർഡിനേഷൻ ഓഫ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി. മോണിറ്ററി ആയിട്ടും അതേപോലെ തന്നെ ഫിസിക്കൽ പോളിസിയിലും കോർഡിനേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു എക്കണോമിക് ഇൻ്റഗ്രേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സോട്ട് എന്ന് പറയുന്നത് എന്താണ്? സോട്ട് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് ആണ്. അതായത് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു ഇവാലുവേറ്റ് കമ്പനീസ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ ആൻഡ് ടു ഡെവലപ്പ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അതായത് കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോട്ട് അനാലിസിസ് നടത്തുന്നത്. അതായത് ഇൻറ്റേർണലും അതേപോലെ എക്സ്റ്റേർണലുമായിട്ടുള്ള ഫാക്ടേഴ്സിന്, കറണ്ടും അതേപോലെ ഫ്യൂച്ചറുമായിട്ടുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോട്ട് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്.
ദ നെക്സ്റ്റ് വൺ ആണ് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് റെഫേഴ്സ് ടു ദി ഹ്യൂമൻ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഏജ്, അതേപോലെ ബർത്ത്, ഡെത്ത്, ഇമിഗ്രേഷൻ, മെറിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, റിലീജിയസ്, ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് MNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് കമ്പനി വിച്ച് ഈസ് ഹാവിങ് ഓപ്പറേഷൻ ആൻഡ് ട്രേഡിംഗ് ഇൻ 2 or more കൺട്രീസ്. 2 or 2 കൂടുതലോ എന്താണ് ബിസിനസ് ഓപ്പറേഷൻസ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്തായിരിക്കും, ഒരു കൺട്രിയിലായിരിക്കും. അതായത് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, ബാക്കി കുറേ കമ്പനികൾ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നു. വൈ ഡു ഇന്ത്യൻ കമ്പനീസ് എൻഗേജ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ കമ്പനീസ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അതിൽ വരുന്ന പോയിന്റുകൾ എന്താണ്? സെയിൽസ് എക്സ്പാൻഡ് ചെയ്യുക, ഡൈവേഴ്സിഫൈ റിസോഴ്സ് ഓഫ് സെയിൽസ് ആൻഡ് സപ്ലൈസ്, ദെൻ മിനിമൈസ് കോമ്പറ്റേറ്റീവ് റിസ്ക്, സ്ട്രാറ്റജിക് മോട്ടീവ്സ്, then international market opportunities, limited home market opportunities, availability of technology and managerial competence. Okay, ഇതൊക്കെയാണ് ഒരു ഇന്ത്യൻ കമ്പനി ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എൻഗേജ് ചെയ്യാനുള്ള കാരണങ്ങൾ വരുന്നത്. ഇനി ഡിഫറൻഷിയേറ്റ് ഗാട്ട് ആൻഡ് WTOയും ഗാട്ടും തമ്മിലുള്ള ഡിഫറൻഷിയേഷനാണ് ചോദിക്കുന്നത്. അതിലൊന്നാമത്തെ പേർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ട് ഗാട്ടിൻ്റെ ലക്ഷ്യം എന്താണ്? ഇംപ്രൂവ് ഇൻ്റർനാഷണൽ ട്രേഡ് ത്രൂ റൂൾസ് എയിംഡ് അറ്റ് റിമൂവിങ് ട്രേഡ് ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക, അതേപോലെ ഇൻ്റർനാഷണൽ ട്രേഡ് ഇംപ്രൂവ് ചെയ്യുക. WTOയുടെ ഒബ്ജക്റ്റീവോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ടു ഓവർസീ ആൻഡ് ലിബറലൈസ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഓക്കെ, ഇവിടെ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ത് ചെയ്യുക? ലിബറലൈസ് ചെയ്യുക ബൈ ഗവേണിംഗ് സെവറൽ അഗ്രിമെൻറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സിസ്റ്റൻസ് ഇൻ ദി കേസ് ഓഫ് ഗാട്ട്. എന്നാൽ WTOയുടെ കേസിൽ പെർമനൻറ്റ് എന്തുണ്ടാവും? സ്ട്രക്ചർ ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിംവർക്ക് വിത്ത് സെക്രട്ടറി. ഓക്കെ, ദ നെക്സ്റ്റ് പാർട്ടിസിപ്പൻ്റ് നേഷനാണ്. ഇവിടെ എന്താണ്? കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ആണ്, എന്നാൽ ഇവിടെ മെമ്പേഴ്സാണ് WTOയിൽ വരുന്നത്. ഇനി കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ പ്രൊവിഷണൽ ആണ്, ഇവിടെ ഫുൾ ആൻഡ് പെർമനൻ്റ് ആണ് കമ്മിറ്റ്മെൻറ്റ്സ് വരുന്നത് WTOയിൽ. ദെൻ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്കോപ്പ് ഓൺലി ട്രേഡ് ഇൻ ഗുഡ്സ്. ദെൻ ഇവിടെ ഓൾ ഫോംസ് ഓഫ് ട്രേഡ് ആണ് WTOയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് അഗ്രിമെൻറ്റ്. ഗാർഡിൻ്റെ കേസിൽ മൾട്ടി ലാറ്ററൽ ആണ്, ബട്ട് പ്ലൂറിലാറ്ററൽ അഗ്രിമെൻറ്റ് ആഡഡ് ലേറ്റർ. ഓക്കെ, WTOയിലോ ഇവിടെ അഗ്രിമെൻ്റ് ആണ് പ്യൂർലി മൾട്ടി ലാറ്ററൽ ആണ്. ഇനി ഇവിടെ ഡൊമസ്റ്റിക് ലെജിസ്ലേഷൻ, ഇവിടെ അലൗഡ് ടു കണ്ടിന്യൂ, ഇവിടെ നോട്ട് അലൗഡ് ടു കണ്ടിന്യൂ. ഇനി ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സ്ലോ, ഇൻഎഫക്റ്റീവ് ആണ്. ഇവിടെ എന്താണ്? ഫാസ്റ്റർ ആൻഡ് മോർ എഫക്റ്റീവ് ആണ് WTOയിൽ വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ട്രിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രിംസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് റിലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ആണ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് കൺട്രീസ് ഗവൺമെൻറ് ഇമ്പോസസ് ഓൺ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷനാണ് ട്രിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് FDI ഇൻ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഇതിൽ ടെക്നോളജി ട്രാൻസ്ഫർ, റിസ്ക് ബിയറിംഗ്, ട്രെയിനിങ് ഫെസിലിറ്റീസ്, ഹെൽപ്ഫുൾ ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഇനി റവന്യൂ ടു ഗവൺമെൻറ്, ബെനിഫിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ടാക്സ് ഇൻസെൻറ്റീവ്സ്, റിസോഴ്സ് ട്രാൻസ്ഫർ, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ദെൻ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ, റെഡ്യൂസ് കോസ്റ്റ്. ഇതൊക്കെയാണ് FDIയുടെ വരുന്നത് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ദ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? അഗ്രഗേറ്റ് സ്റ്റോക്ക് ഓഫ് ഇൻറ്റേർണലി acceptable asset held by the central bank to settle its deficits in a country's balance of payment. അതായത് international liquidity provides measure of country's ability to finance its deficits. ഒരു കൺട്രിയുടെ ഡെഫിസിറ്റുകൾ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് SDR എന്ന് പറയുന്നത്? SDR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡ്രോയിങ് റേറ്റ് ആണ്. ഇത് റെഫേഴ്സ് ടു ഇൻ്റർനാഷണൽ ടൈപ്പ് ഓഫ് മോണിറ്ററി റിസർവ് കറൻസി. ഇതൊരു ഇൻ്റർനാഷണൽ ടൈപ്പ് ഓഫ് എന്താണ്? മോണിറ്ററി റിസർവ് കറൻസി ആണ്, ക്രിയേറ്റഡ് ബൈ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇത് IMF ആണ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വിച്ച് എ പാരൻറ്റ് കമ്പനി ക്രിയേറ്റ്സ് എ സബ്സിഡിയറി ഇൻ ഡിഫറെൻറ്റ് കൺട്രി. ഓക്കെ, ഒരു പാരൻറ്റ് കമ്പനി സബ്സിഡിയറിയെ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു ഡിഫറെൻറ്റ് കൺട്രീസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഇനി ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ബിറ്റ്വീൻ ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൈസസ് ആൻഡ് ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്ട് പ്രൈസസ്. എക്സ്പോർട്ട് പ്രൈസസിൻ്റെയും ഇമ്പോർട്ട് പ്രൈസസിൻ്റെയും എന്താണ് റേഷ്യോയെ സൂചിപ്പിക്കുന്നതാണ്, അതിൻ്റെ ഇൻഡെക്സിൻ്റെ റേഷ്യോ സൂചിപ്പിക്കുന്നതാണ് ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇനി MFN ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഇറ്റ് ഈസ് എസെൻഷ്യലി എ മെത്തേഡ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇക്വാളിറ്റി ഓഫ് ട്രേഡിംഗ്, ഓക്കെ, ഇക്വാളിറ്റി ഓഫ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എമംഗ് സ്റ്റേറ്റ്സ് ബൈ മേക്കിംഗ് ഒറിജിനലി ബൈലാറ്ററൽ അഗ്രിമെൻറ്റ് ആസ് മൾട്ടിലാറ്ററൽ. ഇവിടെ ഒരു ഇക്വാളിറ്റി ഓഫ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റേറ്റുകൾ ഇടയിൽ ഒരു ഇക്വാളിറ്റി ഓഫ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ത് ഇവിടെ MFN ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ബിലീഫ്സ്, പ്രാക്ടീസസ്, കസ്റ്റംസ് ആൻഡ് ബിഹേവിയർ ദാറ്റ് ആർ ഫൗണ്ട് ടു ബി കോമൺ ടു എവരി വൺ. അതായത് ഓരോ ആളുടെയും കസ്റ്റംസ് അല്ലെങ്കിൽ അവരെ പ്രാക്ടീസ് അല്ലെങ്കിൽ ബിലീവിനെ അല്ല അതിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മളെന്ത് പറയുക കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഏഷ്യൻ? അതായത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്നുള്ളതാണ് ഏഷ്യൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോംഡ് ബൈ ഗവൺമെൻറ് ഓഫ് മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ് ആൻഡ് സിംഗപ്പൂർ ഇൻ 1967 ടു പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത്, പീസ്, സെക്യൂരിറ്റി, സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് കൾച്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ദി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ. ഓക്കെ, ഇനി എന്താണ് ട്രിപ്സ് എന്ന് പറയുന്നത്? ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് എൻ അഗ്രിമെൻ്റ് ഓൺ ഇൻ്റർനാഷണൽ റേറ്റ്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ ഇൻ്റർനാഷണൽ IP റേറ്റിനുള്ള ഒരു അഗ്രിമെൻ്റാണ് ട്രിപ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ IP റേറ്റിനുള്ള ഒരു അഗ്രിമെൻ്റാണ്. ഇവിടെ ട്രിപ്സ് മെയിൻലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ടു യൂസ് ഓഫ് 7 ഫോംസ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, നെയിംലി ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, പാറ്റൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡിസൈന്, ലേഔട്ട് ഡിസൈൻ, ഇങ്ങനെയുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റേറ്റിന് ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ, മിനിമം സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിപ്സ് അഗ്രിമെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഇതിൽ വരുന്നത് സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ. അതിൽ വരുന്നതാണ് ഡൊമസ്റ്റിക് കമ്പനി, ഇൻ്റർനാഷണൽ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി, ഗ്ലോബൽ കമ്പനി, അതേപോലെ ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. അതായത് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത് കമ്പനി ഹൂസ് ഓപ്പറേഷൻസ് ആർ ലിമിറ്റഡ് വിത്തിൻ ദി ബൗണ്ടറീസ് ഓഫ് ഹോം കൺട്രി. ഇൻ്റർനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാലോ കമ്പനി ഹൂസ് സെൽസ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ഇൻ ഫോറിൻ കൺട്രീസ്. ഇനി ഗ്ലോബൽ കമ്പനി എന്ന് പറഞ്ഞാലോ കമ്പനി വിച്ച് ഈസ് ഹാവിങ് ഓപ്പറേഷൻസ് ആൻഡ് ട്രേഡിംഗ് ഇൻ മെനി കൺട്രീസ്. ഇനി ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനി വിത്ത് ഡീസെൻട്രലൈസ്ഡ് ഗ്ലോബൽ ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ് ഇൻ മെനി കൺട്രീസ്. ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സുകളാണ് പല രാജ്യങ്ങളിലും. ഇതിനെയാണ് ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത്. അതായത് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഇൻ ട്രേഡ് വിത്ത് അതർ നേഷൻസ്. ഓക്കെ, അതായത് മറ്റുള്ള നേഷനുമായിട്ട് ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ഡൊമസ്റ്റിക് ഫേം, നമ്മുടെ ഡൊമസ്റ്റിക് ഫേം എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള നേഷനുമായിട്ടുള്ള റെസ്ട്രിക്ഷനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ അഗ്രിമെൻറ്റ് വേർ എ കമ്പനി ഗ്രാൻഡ് എ ഫോറിൻ എൻറ്റിറ്റി ഓക്കെ ദി റൈറ്റ് ടു യൂസ് ഇറ്റ്സ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഒരു കമ്പനി ഫോറിൻ എൻറ്റിറ്റിക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നതാണ് ഇത് ലൈസൻസിങ് എന്ന് പറയുന്നത്. പാറ്റൻറ്റ് അതേപോലെ ട്രേഡ് മാർക്കൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്നതാണ് എന്ത്? ലൈസൻസിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ഒക്കേഴ്സ് വെൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഓൺസ് ഓർ കൺട്രോൾസ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ. അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിന് കൺട്രോൾ ചെയ്യുമ്പോഴാണ് അത് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത് പാരൻറ്റ് കമ്പനി ഗ്രാൻഡ് എ ലോക്കൽ എൻ്റർപ്രണർ ദി റൈറ്റ് ടു യൂസ്. ഇവിടെ എന്താണ്? ഒരു പാരൻറ്റ് കമ്പനി ലോക്കൽ എൻ്റർപ്രണർക്ക് അവരുടെ എന്താണ് ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ട്രേഡ് മാർക്കോ യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നതാണ് എന്ത്? ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലൈസൻസിങ് എന്ന് പറയുന്നത് ഫോറിനേഴ്സിന് കൊടുക്കുന്നതാണ്, നേരത്തെ പറഞ്ഞത് നമ്മൾ റേറ്റ്. ഓക്കെ, ഇനി WTOയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് എംഫോഴ്സിങ് ഗ്ലോബൽ ട്രേഡ് റൂൾസ്, സെറ്റിംഗ് ട്രേഡ് ഡിസ്പ്യൂട്ട്, നെഗോഷിയേറ്റിംഗ് മാർക്കറ്റ് ആക്സസ്, പ്രൊമോട്ടിംഗ് ട്രാൻസ്പെറൻസി, സപ്പോർട്ടിംഗ് എമേർജിംഗ് എക്കണോമീസ്. ഇതൊക്കെയാണ് WTOയുടെ ഫങ്ഷൻസ് വരുന്നത്.
ഇനി എന്താണ് ടങ്കി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ് വേർ എ സിംഗിൾ കോൺട്രാക്ടർ അസ്യൂം ഫുൾ റെസ്പോൺസിബിലിറ്റി ടു ഡിസൈൻ, കൺസ്ട്രക്റ്റ്, എക്യുപ്പ് ആൻഡ് കമ്മീഷൻ എ ഫെസിലിറ്റി ഓൺ ബിഹാഫ് ഓഫ് എ ഫോറിൻ ക്ലയൻറ്റ്. അതായത് ടങ്കി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു സിംഗിൾ കോൺട്രാക്ടർ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു, ഡിസൈൻ, അതേപോലെ കൺസ്ട്രക്റ്റ്, എക്വിപ്മെൻറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോറിൻ ക്ലയൻറ്റിൻ്റെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതാണ് ഈ ഒരു ടങ്കി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ ജസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ വായിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.